ഇന്ന് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഷവർമ്മ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായി ഞാൻ ഇവിടെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വിനാഗിരി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്കിത് ചപ്പാത്തി ഒന്ന് കുഴച്ചെടുത്തതൊന്ന് ചുട്ടെടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് ഒത്തിരി കട്ടിയാകും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇതേ കുറച്ച് എണ്ണയിൽ നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ഒന്ന് ഇട്ട് ഇളക്കിയെടുക്കാം. ഇതിൽ ചില സവാളയും ചേർക്കും, ഞാൻ ചേർക്കാറില്ല. ഇതിട്ട് ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കേണ്ട കാര്യം, നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. മുട്ട ഒഴിച്ച് കുറച്ചൊന്ന് വേഗമായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ചപ്പാത്തി ഒന്ന് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് 2 വശം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ മുട്ടയും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ഒന്ന് ചൂടായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മയോണൈസ് തേച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും കൂടെ പുരട്ടി കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ പുരട്ടുന്നില്ല. നന്നായിട്ടും തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ചിക്കനും കൂടി ഇതിൻ്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ എത്ര വെക്കുന്നു അത്രയാണ് ഷവർമ്മയ്ക്ക് നല്ല ടേസ്റ്റ് കൂടുന്നത്. ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് കുറച്ച് മയോണൈസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തും ചുരുട്ടിയെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഷവർമ്മ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.